തൈരിട്ട് ഒരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയിട്ടുണ്ടോ? അത് ട്രൈ ചെയ്തിട്ടുണ്ടോ? ആസ്വദിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എന്റെ ഇന്നത്തെ റെസിപ്പി അതാണ്. ഉടനെ വീഡിയോയിലേക്ക് പോവാം. ജോസ് മോസസ് കിച്ചൺ. നമ്മുടെ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയാലോ? അതിന് വേണ്ട സാധനങ്ങൾ: ഗ്രീൻ പീസ് 1 കപ്പ്, അതൊരു ബോളിലിട്ടാണ് ഇടാം. എന്നിട്ട് വെള്ളം ഒഴിച്ച് അതങ്ങോട്ട് സോക്ക് ചെയ്യാം, അറ്റ്ലീസ്റ്റ് ഒരു 8 മണിക്കൂറെങ്കിലും. അത് കഴിയുമ്പോൾ പിന്നത്തെ ദിവസമേ ഇങ്ങനെയുണ്ട്. അതിൻ്റെ വെള്ളം ഊറ്റി കളയാം, നേരെ കുക്കറിലേക്ക് ഇടാം. ആവശ്യത്തിന് വെള്ളം ചേർക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് 1 അടി, അത് കഴിഞ്ഞാൽ പിന്നെ 2 അടി. അത് കഴിയുമ്പോൾ സാധനം വെന്തുണ്ടാവും. തുറന്ന് അവിടെ വെച്ചേക്കാം. അത് കഴിഞ്ഞാൽ നമുക്കൊരു ഡ്രൈ സ്പൈസ് ഉണ്ടാക്കാം. ഒരു പാൻ വയ്ക്കാം. അതിൻ്റെ ഉള്ളിലേക്ക് ഒരു കുഞ്ഞ് പീസ് പട്ട, ഒരു 4 പീസ് ഗ്രാമ്പൂ, 1 ടേബിൾ സ്പൂൺ ബ്ലാക്ക് പെപ്പർ കോൺ, 1/2 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ പെരിഞ്ജീരകം. ചെറു ചൂടിലിട്ട് അത് വറുത്തെടുക്കാം, അതായത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞാൽ അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നന്നായിട്ട് തണുക്കട്ടെ കേട്ടോ. തണുത്ത് കഴിയുമ്പോൾ അത് മിക്സിയുടെ ബ്ലെൻഡറിലിട്ട് നന്നായിട്ട് പൗഡർ അടിച്ച് സൈഡിലേക്ക് വെച്ചേക്കാം. ആ പാനിലേക്ക് കുറച്ച് എണ്ണ കൂടെ ഒഴിച്ചേക്കാം. അതിലേക്ക് ഒരു സബോള സ്ലൈസ് ചെയ്തിട്ട് അത് മീഡിയം ചൂടിലിട്ട് ഇളക്കി അത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലാക്കി എടുക്കണം, അതായത് ഈ കളറിൽ. അത് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്ത് അതിലത്തെ എണ്ണയെല്ലാം മാറ്റാം. അപ്പോൾ ഇങ്ങനെ ചെരിച്ച് വെച്ച് കഴിഞ്ഞാൽ എണ്ണ ഒക്കെ പോകും. നമുക്ക് ആ എണ്ണ ഇനി ആവശ്യമുണ്ട് കേട്ടോ. അത് കഴിഞ്ഞാൽ തണുത്ത് കഴിഞ്ഞാൽ അതൊരു മിക്സിയുടെ ബ്ലെൻഡറിലേക്ക്, ആ നേരത്തെ എടുത്ത ബ്ലെൻഡർ അതന്നെ മതി, കഴുകണമെന്നില്ല. അതിൻ്റെ ഉള്ളിലേക്ക് പച്ചമുളക്, പിന്നെ മല്ലി, പിന്നെ തൈര് ഇട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് പേസ്റ്റ് ചെയ്ത് വയ്ക്കുക. അത് കഴിഞ്ഞാൽ ആ ഓയിലിലേക്ക് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം. ഇതിൻ്റെ റെസിപ്പി എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഒരു മീഡിയം ചൂടിലിട്ട് അതിനെ നല്ല ഗോൾഡൻ കളറാക്കി എടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ അരിച്ചു വെച്ച പേസ്റ്റ് അത് ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിലേക്ക് കണ്ട് ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ ഇട്ട് നന്നായിട്ട് ചേർക്കാം. പിന്നെ നമ്മൾ അരിച്ചു വെച്ച ആ മസാല ഉണ്ടല്ലോ, സ്പൈസ്, അതും ചേർത്ത് നന്നായിട്ട് ആ ഗ്രേവി അങ്ങോട്ട് യോജിപ്പിക്കാം. ആ സ്പൈസസ് ഒക്കെ കുക്കായി വരണം കേട്ടോ നന്നായിട്ട്. അത് കഴിഞ്ഞ് ആവശ്യത്തിന് ഉപ്പ് അങ്ങോട്ട് ചേർക്കാം. പിന്നെ നമ്മുടെ ആ മിക്സിയുടെ ജാറൊന്ന് വെള്ളം ചേച്ചിട്ട് ആ വെള്ളവും അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അതെന്തൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് അതിനെ അങ്ങോട്ട് കുറച്ച് നേരം തിളക്കട്ടെ. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വരും. അത് കഴിഞ്ഞ് ഗ്രീൻ പീസ് അങ്ങോട്ട് ചേർത്ത് അതും കൂട്ടി അളക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ ഗീ നിറനെയ്യ് 2 ടേബിൾ സ്പൂണും ചേർത്ത് അങ്ങോട്ട് ഇളക്കി തീ അങ്ങോട്ട് ഓഫ് ചെയ്തേക്കാം. അത് കഴിഞ്ഞ് കുറച്ച് മല്ലിയില, കുനുകുനാന്നിരിഞ്ഞ മല്ലിയില ഇട്ട് ഒന്ന് അങ്ങോട്ട് ഇളക്കി. പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ ഒക്കെ തിന്നാനുള്ള അടിപ്പൻ പീസ് കറി റെഡി ആയിട്ട്. അപ്പൊ നമ്മുടെ തൈരിട്ട ഗ്രീൻ പീസ് റെഡിയാണ്. ഒന്ന് തിന്നു നോക്കിയാലോ നമുക്ക്. ഞാനിവിടെ ആ ഗോവൻ ബ്രെഡ് ഉണ്ടല്ലോ, നമ്മൾ പോയില്ലേ, ആ ബ്രെഡിന്റെ കൂടെയാണ് ടേസ്റ്റ് ചെയ്യണം. അപ്പൊ ഇതിന്റെ റെസിപ്പി എന്റെ ചാനലിൽ എടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം നമ്മുടെ ഗ്രീൻ പീസ് കറി ഓക്കെ. ഇനി എടുത്തിട്ട് ആ ചൂടോടുകൂടി കഴിച്ചേക്കാം. അല്ല കിടു ടേസ്റ്റ് ആയി. ചോറിന്റെ കൂടെ അധികം പോവാനായിട്ട് ഇച്ചിരി ഇതുണ്ടാവും, പക്ഷെ റൊട്ടി, ചപ്പാത്തി, പൊറോട്ട അതിന്റെ കൂടെയൊക്കെ
ഇവൻ കിട്ടുമായിരിക്കും. എനിക്ക് നിങ്ങളിങ്ങനെ ആസ്വദിച്ച് നിന്നേക്കണം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ, കമന്റ് ചെയ്തേക്കണേ, പിന്നെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ, സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ ഇങ്ങനെ ആസ്വദിച്ചു.